ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 4 സ്റ്റാർ ഇൻ ദ ജാർ എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റി 16 മുതൽ അവസാനം വരെയുള്ള ആക്ടിവിറ്റികളാണ്. ഇതിനു മുമ്പുള്ള ആക്ടിവിറ്റികൾ ഈ ചാനലിൽ ഉണ്ട്, അത് മറക്കാതെ കാണുക. ആക്ടിവിറ്റി 16, റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് ഡ്രാ സ്യൂട്ടബിൾ ഇമോജീസ് ഇൻ ദ ബോക്സസ്. ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, അതിന് അനുയോജ്യമായ ഇമോജീസ് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്തി റൈറ്റ് സൈഡിലെ സ്ക്വയർ ബോക്സിൽ വരച്ച് ചേർക്കുക. ആദ്യം കാണുന്ന ഇമോജി സാഡാണ്, രണ്ടാമത്തെ ഇമോജി കൺഫ്യൂഷൻ, മൂന്നാമത് ഹാപ്പി, നാലാമതെന്താ സർപ്രൈസ്, അതിശയം. ആദ്യത്തെ സെൻറ്റൻസ് വായിക്കും. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ് ലക്കി ആസ്ക് ഇൻ സർപ്രൈസ്. അതായത് ഈ സ്റ്റാർ ഉണ്ടല്ലേ, നല്ല രീതിയിൽ പ്രകാശിച്ച് എന്താണ് തിളങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ലക്കി സർപ്രൈസായി അല്ലേ, അതിശയിച്ചു പോയി. അപ്പോൾ റൈറ്റ് സൈഡിലെ സ്ക്വയർ ബോക്സിൽ സർപ്രൈസ് ഇമോജി വരച്ച് ചേർക്കണം. സെക്കൻഡ് സെൻറ്റൻസ്, ബട്ട് ദ സ്റ്റാർ ഡിഡിൻറ്റ് മൂവ് ലക്കി ഫെൽറ്റ് സാഡ്. പക്ഷേ സ്റ്റാർ അനങ്ങിയില്ല, ലക്കിക്ക് സാഡ് അല്ലേ, വിഷമം തോന്നി. അപ്പോൾ എന്ത് ഇമോജിയാണ് റൈറ്റ് സൈഡിൽ വരേണ്ടത്? സാഡ് ഇമോജി. നെക്സ്റ്റ്, ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ ലക്കി സെഡ് ഹാപ്പിലി. അവസാനം നമ്മൾ ട്രഷറിൻ്റെ ഓണറെ കണ്ടെത്തി. ലക്കി സന്തോഷത്തോടെ പറഞ്ഞു അല്ലേ, ലക്കി സെഡ് ഹാപ്പിലി, അതായത് സന്തോഷത്തോടെയാണ് പറഞ്ഞത്. അപ്പോൾ ഹാപ്പിയുമായിട്ട് വരുന്ന ഇമോജിയാണ് റൈറ്റ് സൈഡിൽ വരച്ച് ചേർക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന സെൻറ്റൻസ്, ഇറ്റ് ഈസ് റിയലി എ സ്റ്റാർ. ഇത് ശരിക്കും സ്റ്റാർ ആണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ. ഇത് എങ്ങനെ ഇവിടെ വന്നു? ലക്കി വാസ് കൺഫ്യൂസ്ഡ്. ലക്കി ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ ഇവിടെ വരേണ്ട ഇമോജി കൺഫ്യൂഷൻ്റെ ഇമോജിയാണ്. ആക്ടിവിറ്റി 17, ഹൂ സേസ് ദീസ് ഡയലോഗ്സ്. ആരാണ് ഇവിടെ തന്നിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞത്? നെയിം ദ സ്പീക്കർ. പറഞ്ഞ ആളുടെ പേര് എഴുതുക. ഒന്നാമത്തെ ഡയലോഗ്സ് എന്താ? ഐ ഫ്ലൈ ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്ത് പറക്കും. ബട്ട് ഐ ഹാവ് നോ വിങ്സ്. പക്ഷേ എനിക്ക് ചിറകുകളില്ല. ഇതാരായിരിക്കും പറഞ്ഞത്? ക്ലൗഡ്. ക്ലൗഡ് മീൻസ് മേഘം. നെക്സ്റ്റ് ഡയലോഗ്, വി ട്വിങ്കിൾ ആൻഡ് സ്മൈൽ യു സീ അസ് ഒൺലി അറ്റ് നൈറ്റ്. ഞങ്ങൾ മിന്നുകയും ചിരിക്കുകയും ചെയ്യും, നിങ്ങൾ ഞങ്ങളെ രാത്രി മാത്രം കാണും. രാത്രി കാണുന്നത് എന്താ മിന്നുന്നത്? സ്റ്റാർസ്. നെക്സ്റ്റ് ഡയലോഗ്, ഐ ആം റൗണ്ട് ബട്ട് നോട്ട് ഓൾവേസ്. ഞാൻ വട്ടത്തിലാണ്, പക്ഷേ എല്ലായ്പ്പോഴും അല്ല. ഐ ഗീവ് യു ലൈറ്റ്. ഞാൻ നിങ്ങൾക്ക് പ്രകാശം തരാറുണ്ട്. ഐ ആം നോട്ട് സൺ. പക്ഷേ ഞാൻ എന്താണ്? ഒരു സൂര്യനുമല്ല. അപ്പോൾ എന്തായിരിക്കും? മൂൺ. മൂൺ മീൻസ് ചന്ദ്രൻ. ആക്ടിവിറ്റി 18, ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ സോങ്ങിന് ലൈൻസ് ആഡ് ചെയ്യണം. ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്തിലെ ഒരു ക്യൂട്ട് കുഞ്ഞു നക്ഷത്രമായിരുന്നു. ഐ വാസ് ഹാപ്പി ദെയർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ്. അവിടെ ഞാൻ സന്തോഷവാനായിരുന്നു, തിളങ്ങി നിൽക്കുകയായിരുന്നു. ഐ ഫെൽ ഡൗൺ വൺ നൈറ്റ് ഫ്രം ദ സ്കൈ. ഒരു രാത്രി ഞാൻ ആകാശത്ത് നിന്നു താഴെ വീണു. ഓ ഡിയർ ഫ്രണ്ട്സ്, ഐ ലോസ്റ്റ് മൈ ലൈറ്റ്. ഓ പ്രിയ കൂട്ടുകാരെ, എനിക്ക് എൻ്റെ വെളിച്ചം നഷ്ടമായി. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഇപ്പോൾ ഞാൻ തണുത്ത മൃദുവായ മണ്ണിൽ വിശ്രമിക്കുന്നു. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. എങ്കിലും എൻ്റെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തെ ഞാൻ മിസ് ചെയ്യുന്നു. ഓ ഡിയർ സ്കൈ പ്ലീസ് ടേക്ക് മീ നിയർ. ഓ പ്രിയപ്പെട്ട ആകാശമേ, എന്നെ നിൻ്റെ അടുത്തേക്ക് എടുക്കൂ. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. എനിക്ക് തിളങ്ങണം, നൃത്തം ചെയ്യണം. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഇപ്പോൾ ഞാൻ ഈ തണുത്ത മൃദുവായ മണ്ണിൽ വിശ്രമിക്കുന്നു. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. എങ്കിലും എൻ്റെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തെ ഞാൻ മിസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ലൈന് എഴുതി ചേർക്കണം. എഴുതിയാലോ? ഐ മിസ് ദ സ്റ്റാർസ് ദാറ്റ് വിങ്ക് അറ്റ് മീ. എന്നെ നോക്കി കണ്ണെറുമുന്ന നക്ഷത്രങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നു. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. എനിക്ക് തിളങ്ങണം, നൃത്തം ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻ എഴുതി ചേർക്കുക. ആക്ടിവിറ്റി നമ്പർ 19, കളർ ദ വേർഡ്സ് വിത്ത് സിമിലർ എൻഡിങ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇവിടെ സ്റ്റാർസിൽ ഓരോ വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ എൻഡിങ്ങിൽ സിമിലറായിട്ട് വരുന്നതിനെ പ്രത്യേകം എഴുതുകയും നിറം നൽകുകയും വേണം. നൈറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ടല്ലേ,
GHT അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വേർഡ്സ് കണ്ടെത്തി നൈറ്റിന് താഴെ എഴുതുക. നൈറ്റിൽ വരുന്നത് ഏതാ? ഫസ്റ്റിൽ വരുന്ന നോക്കൂ, റൈറ്റ് വരും. അടുത്ത രണ്ടാമത്തതിൽ ബ്രൈറ്റ്, തേർഡിൽ ഇല്ല. അടുത്ത് നാലാമത്തെ സ്റ്റാർസ് നിരയിൽ ലൈറ്റ് വരും അല്ലേ. പിന്നെ അവസാനത്തിൽ ഹൈറ്റ് വരും. രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് ലക്കിയാണ്. അപ്പോൾ ലക്കിയുമായി ബന്ധപ്പെട്ട സിമിലർ എൻഡിങ് വേർഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർസ് ലൈനിൽ ലക്കി തന്നിട്ടുണ്ട്, നമ്മൾ അത് എഴുതണ്ട. സെക്കൻഡ് ലൈനിൽ ഹാപ്പി, തേർഡ് ലൈനിൽ എമ്മി, ഫോർത്ത് ലൈനിൽ ലൂസി, ഫിഫ്ത്ത് ലൈനിൽ വെരി. തേർഡ് കോളത്തിൽ തന്നിട്ടുള്ളത് സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന വേർഡ്സിൻ്റെ എൻഡിങ്ങിൽ വരുന്ന സിമിലർ വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ലൈനിൽ ഏതാ? ഒന്നുമില്ല. സെക്കൻഡ് ലൈനിൽ വരുന്നതിൽ ഒന്നുമില്ല. തേർഡ് ലൈനിൽ ഫാറുണ്ട്, സ്റ്റാറുണ്ട്, ജാറുണ്ട്. ഫോർത്ത് ലൈനിൽ സ്റ്റാറുണ്ട്, കാറുണ്ട്. ഫിഫ്ത്ത് ലൈനിൽ ഒന്നുമില്ല. ഫോർത്ത് കോളത്തിൽ വരുന്നത് ഹിയർ ആണ്. അപ്പോൾ ഹിയറിൻ്റെ എൻഡിങ്ങിൽ വരുന്ന ലെറ്റേഴ്സിൻ്റെ സിമിലർ വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ ലൈനിൽ നിയർ വരുന്നുണ്ട്. രണ്ടാമത്തെ ലൈനിൽ ഏതാ? ഹിയർ ഉണ്ട്, ക്ലിയർ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ലൈനിൽ ഒന്നുമില്ല. നാലാമത്തെ ലൈൻസിൽ ഒന്നുമില്ല. അഞ്ചാമത്തെ ലൈൻസിൽ ഫിയർ ഉണ്ട്, ഡിയർ ഉണ്ട്. ആക്ടിവിറ്റി 20 കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ദ സ്റ്റാർ ഈസ് സ്മോൾ. സ്റ്റാർ ചെറുതാണ്. ദ സ്റ്റാർ ഈസ് ബ്രൈറ്റ്. സ്റ്റാർ പ്രകാശമുള്ളതാണ്. ദ സ്റ്റാർ ഈസ് സ്മോൾ ആൻഡ് ബ്രൈറ്റ്. അവിടെ ഇത് ചേർത്ത് എഴുതിയിരിക്കുന്നു. മൂന്നാമത് വരുന്ന സെൻറ്റൻസ് ആദ്യത്തെ രണ്ട് കുഞ്ഞു സെൻറ്റൻസിനെ ചേർത്ത് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നു. ദ സ്റ്റാർ ഈസ് സ്മോൾ ആൻഡ് ബ്രൈറ്റ്. ദ സ്റ്റാർ ചെറുതും പ്രകാശമുള്ളതുമാണ്. രണ്ടാമത്തെ പിക്ചറിൻ്റെ അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ദ മൂൺ ഈസ് റൗണ്ട് ആൻഡ് വൈറ്റ്. അപ്പോൾ മൂന്ന് റൗണ്ടും വൈറ്റുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് ചേർത്ത് എഴുതിയ സെൻറ്റൻസാണ്. അപ്പോൾ ഇനി രണ്ട് സ്മാൾ സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എന്ത് എഴുതാം? ദ മൂൺ ഈസ് റൗണ്ട് എന്ന് എഴുതാം. ദ മൂൺ ഈസ് വൈറ്റ് എന്നും എഴുതാം. അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? റെയിൻബോ. ദ റെയിൻബോ ഈസ് കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നും കൂടെ എഴുതാം അല്ലേ. അപ്പോൾ ഇത് രണ്ട് സ്മാൾ സെൻറ്റൻസിനെ ഒറ്റ സെൻറ്റൻസായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് സ്മാൾ സെൻറ്റൻസ് നമുക്കിനി മുകളിൽ എഴുതാം. ദ റെയിൻബോ ഈസ് കളർഫുൾ. അതിന് താഴെ എന്ത് എഴുതാം? ദ റെയിൻബോ ഈസ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് പിക്ചറുമായിട്ട് വരുന്ന സെൻറ്റൻസ് എന്താ എഴുതിയിരിക്കുന്നത്? ദ സൺ ഈസ് റെഡ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ വൈറ്റ്. ഈ സെൻറ്റൻസിൽ നമുക്ക് ചെറിയ സെൻറ്റൻസുകളാക്കാം. ദ സൺ ഈസ് റെഡ്. സൂര്യൻ ചുവന്നതാണ്. ദ ക്ലൗഡ്സ് ആർ വൈറ്റ്. ക്ലൗഡ്സ് എന്താണ്? മേഘങ്ങൾ വെള്ളയാണ്. ഇതോടുകൂടി ദ സ്റ്റാർ ഇൻ ദ ജാർ എന്ന പാഠഭാഗത്തിലെ എല്ലാ ആക്ടിവിറ്റികളും അവസാനിച്ചു. വീണ്ടും കാണാം.